ഹായ് മക്കളെ, നമ്മൾ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്, അതായത് ടോപ്പിക് വൈസ് ആയിട്ട് ഡിഫിക്കൽറ്റി ഓർഡറിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ ഈ PYQs ഒക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഓക്കെ, എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതായത് ഇപ്പോൾ JEE നീറ്റ് പോലത്തെ ഒരു എക്സാംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, കീം പോലത്തെ എക്സാംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റേഷൻ, ചില ക്വസ്റ്റ്യൻസ് JEE മെയിൻസിലൊക്കെ പല ക്വസ്റ്റ്യൻസും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വരാറുണ്ട്. പക്ഷേ IOQM ഒളിമ്പ്യാഡ് പോലത്തെ എക്സാംസിലൊന്നും റിപ്പീറ്റേഷൻ വരുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി റയർ. ഓക്കെ, റിപ്പീറ്റേഷൻ വരില്ല എന്ന് തന്നെ പറയാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതായത് എനിക്ക് വേണമെങ്കിൽ പറയാം, ഇൻ്റെ ക്ലാസ് മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് IOQMൽ മാർക്ക് കിട്ടും. ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളോട് വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഈ PYQs പഠിക്കുന്നത്? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വരില്ല. പിന്നെ എന്തിനാണ് നമ്മൾ PYQs പഠിക്കുന്നത്? അതായത് ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ആ ക്വസ്റ്റ്യനിലൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഈ ടെക്നിക്കും ഐഡിയയും ഉപയോഗിച്ചിട്ട് നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അതിൽ ടാക്കിൾ ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ടെക്നിക്കും കാര്യങ്ങളും എങ്ങനെ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. മാത്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കഴിയുന്നതും എന്ത് ചെയ്യുക മക്കളെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, തുടക്കത്തിലാകുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക? ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒരു പെന്നും ബുക്കും എടുത്ത് തന്നെ ഈ ക്ലാസ്സിൻ്റെ മുന്നിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെറുതെ എന്ത് ചെയ്യരുത്? വെറുതെ നമ്മളിപ്പോൾ ഫോണിൽ വേറെ വീഡിയോസ് ഒന്നും കാണുന്ന പോലെ ഇരിക്കരുത്. നല്ല സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കാം മക്കളെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈഫ്, അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. ഇങ്ങനെ ഒരു ഇക്വേഷൻ സിഗ്മ k = 1. നോക്ക്, സിഗ്മ k = 1 to n 2k + 1 divided by k² + k all square is equal to 0.9999 അല്ലേ. എന്നിട്ട് ഡിറ്റർമൈൻ ദി വാല്യൂ ഓഫ് n എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇതിന് മുന്നേ വേറെ ചെറിയ കാര്യം കൂടി പറയാം. ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അതിലെല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പറ്റിയൊരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാര്യം അതൊരു ഈസി കാറ്റഗറി, ഈസി അല്ല, അത്ര ഈസി അല്ല, എന്നാലും ഒരു വലിയ ഡിഫിക്കൽറ്റി കുറവുള്ളൊരു കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്തേ ഇതിൽ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട്, ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കിയിട്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടെക്നിക്ക് മൈൻഡിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. 2k + 1 divided by k² + k all square എന്നുള്ള ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. അവിടെ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷനോ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ നോക്കുകയാണ്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഫ്ലോക്ക് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നീങ്ങാൻ പോവുകയാണ്, ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഫ്ലോക്ക് അനുസരിച്ച്. അപ്പോൾ ഞാൻ ആ ഇക്വേഷനിലേക്ക് നോക്കുകയാണേ. ഇക്വേഷനിലേക്ക് നോക്കുന്ന സമയത്ത് മക്കളെ നോക്കിയേ, ഇവിടെ 2k + 1 ഉണ്ട്. ഇവിടെ താഴത്ത് ആരാളുള്ളത്? k² + k ഉണ്ട്. ഇവിടെ മുകളിലോട്ട് നോക്കിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷേ k² + k എന്ന് പറയുമ്പോഴേ എനിക്ക് എന്താ തോന്നുന്നത് അറിയാം? ഇതിൽ രണ്ടിലും k കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇല്ലേടാ, എടുക്കാൻ പറ്റും. ഇതിൽ k കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരാ ഉണ്ടാവുക? k + 1. കാരണം ഇതിലും k ഉണ്ട്, ഇതിലും k ഉണ്ട്, രണ്ടും നമ്മൾ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. അത് ജസ്റ്റ് തോന്നുന്ന ഒരു കാര്യം. ഇനി ഇവിടെ എന്തുകൂടി ഉണ്ട്? ഇവിടെ സ്ക്വയറും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയും സ്ക്വയർ എടുക്കുക, ഇവിടെയും സ്ക്വയർ എടുക്കുക, ഇവിടെയും സ്ക്വയർ എടുക്കുക, ഇവിടെയും സ്ക്വയർ എടുക്കുകയാണ്, ഇവിടെയും സ്ക്വയർ എടുക്കുക. അങ്ങനെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഈ സ്ക്വയർ ഇതാ ഇങ്ങോട്ടേക്കും പോകണം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഫ്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായിട്ട് വരും? k² × k + 1 all square എന്ന് വരും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാൻ ഇവിടേക്ക് കൊടുക്കാൻ പോവാണേ. ഈ ഒരു സംഭവം, കിട്ടിയ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ. സിഗ്മ k = 1 to n. ഇവിടെ മുകളിൽ 2k + 1 ഉണ്ട്, താഴത്ത് k² + k എന്ന് പറയുമ്പോൾ എന്താണ്? k² × k + 1 all square ഉണ്ട്. നേരത്തെ കിട്ടിയ അതേ കാര്യം നമ്മൾ കൊടുത്തു, 0.9999. ഇനി ഞാൻ നോക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 2k + 1 ഉണ്ട്, ഇവിടെ k² ഉണ്ട്, k + 1 all square. ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്, ഞാനൊരു മാത്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യം, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നതോ ഇവരെ ക്യാൻസൽ ചെയ്യാനോ എന്തെങ്കിലും ഒരു പോസിബിലിറ്റിയുള്ള ഒരു സംഭവം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 2k + 1 പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല, മൈൻഡിലേക്കൊന്നും വരുന്നില്ല. k² ഉണ്ട്, അവിടെയും ഒന്നും വരുന്നില്ല. k + 1 all square എന്ന് പറഞ്ഞാൽ എന്താണ്? k², അതായത് k + 1 നോക്കണം. ഈ k + 1 all square എന്ന് പറഞ്ഞാൽ എന്താണ്? k² +
2k+1 ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല, k² + 2k+1 ആണ്. അപ്പോൾ ഈ 2k+1 ഉണ്ട് ഇതിൽ. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട്, ഇവിടെ മുകളിലും കണ്ടിട്ടുണ്ട് അല്ലേ, മുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു k² കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, k+1² ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാൻ ഒരു വഴി ഉണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ട് അവിടെ ഇല്ല. പക്ഷെ ഇല്ലാത്തത് ഉണ്ടാക്കാൻ നമ്മൾ വളരെ ഉഷാറാണ്, പ്രത്യേകിച്ച് മാത്സ് പഠിക്കുന്ന ആൾക്കാർ. ഇല്ലാത്ത ആൾക്കാരൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബാലൻസിങ്ങും ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. അതിപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒക്കെ അവിടെ വരുന്നൊരു സംഭവമാണ്. ഒരു സംഭവം ഇല്ലാന്ന് വിചാരിച്ചിട്ട് അതൊരു നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. k = 1 to n. നോക്ക്, ഞാൻ ഇവിടെ വെറുതെ ഒരു k² ഇട്ടെടുത്തു, വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു k² ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു k² സബ്ട്രാക്റ്റും ചെയ്യാം. അപ്പം പ്രശ്നമില്ലല്ലോ, നമ്മൾ ആഡും ചെയ്യുന്നുണ്ട് സബ്ട്രാക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിറ്ററലി അവിടെ ഒരു മാറ്റവും വരുന്നില്ല. താഴത്ത് ഒന്നും കൂടി ഉണ്ട്, k² × k+1² ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, 0.9999 അല്ലേ. ഇനി ഇതാരാ ആള്, നിങ്ങൾക്കറിയാം ആരാണ്, k+1² ആണ്. എന്താണ്, k+1². ഇത് k+1² ആണ് അല്ലേ. അപ്പോൾ ഇത് k+1, ഞാൻ അതിൻ്റെ പകരം എന്ത് ചെയ്യുന്നു, k+1² എന്ന് എഴുതുന്നു. ഇനി നോക്കടാ, ഇത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ടീം ആക്കാൻ പറ്റും, പിന്നെ മൈനസ് ഇങ്ങനെ വേറെ ടീം, 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഫ്ലോക്ക് അനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന പറ്റി ഇത് ആദ്യത്തെ ടീമാക്കി, മൈനസ് രണ്ടാമത്തെ ടീം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക, സിഗ്മ k = 1 to n. ആദ്യത്തെ ടീമിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്, k+1² ഡിവൈഡഡ് ബൈ k² × k+1² മൈനസ് പിന്നെ ആരാണുള്ളത്, k² × k², എടാ ഒന്നുമില്ലടാ, ഇതിപ്പോൾ a-b/c ആണെങ്കിൽ നമുക്ക് a/c - b/c എന്ന് എഴുതി കൂടെ, അത്രേ ഉള്ളൂ പരിപാടി. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന മതി. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, 0.9999 ആണ്. ഓക്കെ അല്ലേടാ. ഇനി ഇയാളും എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. അവിടെ തന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഇയാളും എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. അപ്പോൾ അങ്ങനെ എന്ത് വരും, സിഗ്മ k = 1 to n. ഇവിടെ എന്തായിട്ട് വരും, ക്യാൻസലായിപ്പോയി എന്നാൽ വേറെ ആരും ഇല്ലയെന്ന് ഇരിക്കുന്നത്, മുകളിൽ ആരുണ്ടാവും, 1 ഉണ്ടാവും. അപ്പോൾ 1/k² ഉണ്ടാവും, മൈനസ് 1/ എന്തുണ്ടാവും, k+1² ഈസ് ഈക്വൽ ടു എന്തായി, 0.9999 എന്നുള്ള സംഭവം വരും. ഇനിയാണ് ഇതിൻ്റെ ഒരു രസം. ഇതൊരു ടെലിസ്കോപ്പിക്, അതായത് ഇതൊരു സീരീസ് ആണ്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ഇതുവരെ എത്തിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ സബ്ട്രാക്ഷനൊക്കെ വരികയാണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, ഇതുവരെ എത്തിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സമ്മേഷനാണ്. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ വാല്യൂസ് 1 2 3 4 അങ്ങനെ n വരെ ഇട്ട് കൊടുക്കാനുള്ളൊരു ഒരു മീനിങ് അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം kക്ക് 1 കൊടുക്കുകയാണെന്ന് ഇരിക്കുക. 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്തായിട്ട് വരും, 1/1² മൈനസ് 1/ ഇവിടെ എന്താ വരിക, ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 + 1 2 എന്നാണ് വരിക, അല്ലടാ 2 ആണ് വരിക. അപ്പോൾ മൈനസ് 1/2² പ്ലസ് അടുത്ത് കേക്ക് ആദ്യം 1 കൊടുത്തു, പിന്നെ ഏതാ കൊടുക്കേണ്ടത്, കേക്ക് 2 കൊടുക്കണം. ഇതിന് ഈ ഒരു വാല്യൂവിൽ 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്താ വരിക, 1/2² മൈനസ് ഇവിടെ 2 + 1² എന്നാണ് വരിക. അപ്പോൾ 1/3². അടുത്ത് എന്തായിരിക്കും വരിക, വെറുതെ പറഞ്ഞു നോക്കാം, 1/3² മൈനസ് 1/4². അങ്ങനെ പോയി എവിടെ വരെ പോകുന്നുണ്ട്, n വരെ പോകും. 1 2 3 അങ്ങനെ പോയി n വരെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കേക്ക് n കൊടുക്കുമ്പോൾ 1/n² മൈനസ് 1/n+1², 1/n² മൈനസ് 1/n+1² എന്ന് വരും. ഈ നോക്കുന്ന സമയത്തേ എടാ ഇതിൽ ഇപ്പോൾ ഇതൊരു ടേം അങ്ങനെയാണല്ലോ. ഇതിൽ ആദ്യത്തെ ആളെ ഇതിൻ്റെ മുന്നുള്ള പിന്നെ ആൾ കട്ട് ചെയ്ത് അല്ലേ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ, സെയിം ആൾക്കാരല്ലേ. നോക്ക്, ഇയാളും എന്തായിപ്പോയി, ക്യാൻസൽ. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. ഇയാളെ ഇതിൻ്റെ മുന്നത്തെ ആൾ ക്യാൻസൽ ചെയ്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ അങ്ങനെ ക്യാൻസലായി ഇങ്ങനെ പോവുള്ളൂ. ഇയാൾ അതിൻ്റെ അടുത്തുള്ള ആളായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ അല്ലേ. അതായത് ഇതൊന്നും ആക്കി എടുക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ആളെ ക്യാൻസൽ ചെയ്യുന്നത് ഇതിൻ്റെ മുന്നത്തെ ആളാണ്, ശരിയല്ലേ. ഇതിന് മുന്നത്തെ ആളെ ക്യാൻസൽ ചെയ്യുന്നത് ഇയാളും പറയുന്നത് ക്യാൻസൽ ചെയ്യുന്നത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇയാളെ ക്യാൻസൽ ചെയ്യുന്നത് ഇതിൻ്റെ മുൻപുള്ള ആളാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇയാളെ ആര് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ മുൻപുള്ള ആൾ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും ബേസിക്കലി അവിടെ എന്തായിട്ടുണ്ട്,
ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷേ ഇയാളെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് വരണം? വേറെ അടുത്തൊരാളും കൂടി വരണം. അങ്ങനെ അടുത്തൊരാളുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും ഇവിടെ എന്തായി പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും, ക്യാൻസൽ ആയി പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കളെ പിന്നെ ബാക്കി ആരാ ഉണ്ടാവുക? 1/1² മക്കളെ 1/1² മൈനസ് 1/n+1² മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0.999 ആണ്. ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ എന്നുള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലോട്ടും എന്നില്ലാത്ത ആൾക്കാർ വേറെ സൈഡിലോട്ടും വരട്ടെ. അപ്പോൾ ഈ 0.99 എന്നുള്ള ആൾ ഇങ്ങോട്ടേക്ക് വരട്ടെ അല്ലേ? അപ്പോൾ എന്തായിട്ട് വരും? ഇവിടെ ഇതെന്താ സാധനം? ഇത് 1/1² എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ 1 മൈനസ് 0.99999 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? അതായത് ഇത്രേ ഉള്ളൂ. ഇയാൾ ഇങ്ങോട്ടേക്കും വരും, ഈ 1/n1+1 എന്നുള്ള ആൾ ഇങ്ങോട്ടേക്ക് വരും. മൈനസുള്ള അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? പ്ലസ് ആയിട്ട് വരും. അപ്പോൾ 1/n+1² വരും. ഓക്കെ അല്ലടാ? ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ? ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 0.9999 സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഈസി. എത്രയാണ് വരിക? 0.00001 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/n+1² ആണ്. ഇനി നമുക്ക് n+1² ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും ഒന്ന് റെസിപ്രോക്കൽ എടുത്ത് നോക്കുക. രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുക്കുക. ഇത് റെസിപ്രോക്കൽ എടുക്കുക പറഞ്ഞാൽ തിരിക്കുമ്പോൾ സമയത്ത് എന്തായിട്ട് വരും? 1/0.0001 ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? എന്തായിരിക്കും വരിക? 1n+1² എന്ന് വരും. ഇതിൻ്റെ ആൻസർ എന്താണ്? 1/n. പിന്നെ ഇതിൻ്റെ ആൻസർ എന്താണ്? അതായത് ഇവിടെ എത്ര നോക്കിയാൽ മതി. ഇത് എത്ര? 1/1/1/1/1/1 ഒരു 0.1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1/0.1 ആണെങ്കിൽ ഇത് ഒരു പൊസിഷനാണ് ബാക്കിലോട്ട് പോയത്. ഒരു പൊസിഷനാണ് ബാക്കിലോട്ട് പോയത്. 1ൻ്റെ ഒരു പൊസിഷനാണ് ബാക്കിലോട്ട് പോയത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 10 എന്നുള്ള രീതിയിലാണ് വരിക. ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുക? 1/0.01 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുക. അപ്പോൾ 2 പൊസിഷൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. 2 പൊസിഷൻ ബാക്കിലോട്ട് പോയതുകൊണ്ട് ആൻസർ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. 2 പോകുന്നതെങ്കിൽ 100 ആയിരിക്കും. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ 1/, ഇപ്പോൾ ഒരു 0.001 ആണെങ്കിൽ 3 ബാക്കിലോട്ട് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 ബാക്കിലോട്ട് പോകുമ്പോൾ എന്താ വരിക? 1000 എന്ന് 1 2 3 ആ രീതിയിൽ ഒരു ഡെസിമൽ ഡിവിഷൻ എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിന് ആൻസർ എത്ര വരും? എത്ര മക്കളെ വരിക? 10,000 എന്നാണ് വരിക. ഓക്കെ, എത്ര മക്കളെ വരിക? 10,000. അപ്പോൾ n+1² എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് ഭാഗത്തും, അതായത് ഇവിടെ ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ n+1 ആയിട്ട് വരും. രണ്ട് ഭാഗത്തും നമ്മൾ റൂട്ട് എടുക്കണം. അങ്ങനെ ഇവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? റൂട്ട് എടുക്കുമ്പോൾ എത്ര ആലോചിച്ചാൽ മതി? ഇവിടെ 4 സീറോസ് ആണെങ്കിൽ അത് 2 സീറോസ് ആവും. 6 സീറോസ് 6 സീറോസ് ഉണ്ടെങ്കിൽ എത്ര സീറോസ് ആയിട്ട് മാറും? 3 സീറോസ്. അതിൻ്റെ പകുതി സീറോസ് ആവും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 10,000ൻ്റെ റൂട്ട് എത്രയാണ്? 100 ആണ്. അപ്പോൾ n+1ൻ്റെ വാല്യൂ മക്കളെ എന്ത് കിട്ടി? n+1ൻ്റെ വാല്യൂ 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞേ n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 100 - 1 ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 99. ആൻസർ ആയല്ലോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്താണ്? 99 ആണ്. ഓക്കെ അല്ലടാ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, എന്നിട്ട് GCD ഓഫ് BC1 ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A and B എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തേ ഞാൻ വീണ്ടും ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കുകയാണ്. 1/1 ഞാൻ ആദ്യം ആ ഇക്വേഷൻ ഈ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നോക്കുന്നത്. 1/k² പ്ലസ് 1/k+1² എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചെയ്ത മാതിരി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. കണക്ട് ചെയ്യുന്ന രീതിയിൽ നോക്ക്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്ത് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്ത് എടുക്കാനൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്രയുള്ളൂ 1 + 1/k² പ്ലസ് 1/k+1² ആണല്ലോ. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുകയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുകയാണ്. 1/, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ അല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ k+1² പ്ലസ് k² ഡിവൈഡഡ് ബൈ എന്ത് വരും? താഴത്തെ ആരാണ്ടാവുക? k² ഇൻറ്റു k+1² എന്ന് വരും. അങ്ങനെയല്ല ഉണ്ടാവുക? അതാണ് ഉണ്ടാവുക. ഇനി നോക്കുന്ന സമയത്ത് ഇവിടെ k+1² എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്ക്, ഇവിടെ 1 + k+1² എന്ന് പറഞ്ഞാൽ എന്താണ്? k² + 2k + 1 + k² ആണ്.
ഓൾ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നൊരു സംഭവം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ കെ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയറും ഉണ്ട്. അങ്ങനെ കെ സ്ക്വയറും, അതായത് ഞാനിവിടെ വണ്ണിനെ കൺസിഡർ ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വണ്ണിനെ കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കുന്നത്. ആ കെയും കെ പ്ലസ് വണ്ണൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ടോ എന്ന്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് മനസ്സിലായി? ദിസ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? 1 പ്ലസ് ഈ കെ സ്ക്വയറും ഇതാ നോക്ക്, ഈ കെ സ്ക്വയറും കൂടെ 2k സ്ക്വയർ ആയി. 2k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. എടാ നോക്ക്, ഇപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം ഇപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, ഇവിടെ എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ നോക്ക്. ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 2k സ്ക്വയർ പ്ലസ് 2k ഉണ്ട്. ഈ 2k സ്ക്വയർ പ്ലസ് 2k കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കോമൺ ആക്കി എടുക്കാൻ പറ്റും? അവിടെ നിന്ന് ആരെ കോമൺ ആക്കി എടുക്കാൻ പറ്റും? 2k എന്ന് പറയുന്ന ആളെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയാലോ. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് വരിക? 1 പ്ലസ് ആ 2k കോമൺ ആക്കി എടുത്താൽ പിന്നെ ബാക്കി ആരുണ്ടാവുക? k പ്ലസ് 1 എന്നുണ്ടാവുക. ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് ഇവിടേക്ക് നോക്കുക, 2k സ്ക്വയർ പ്ലസ് 2k ആണ്. 2k സ്ക്വയർ പ്ലസ് 2k പറയുമ്പോൾ രണ്ടിൽ നമുക്ക് ആരെ കോമൺ ആക്കി എടുക്കാൻ പറ്റും? 2kനെ പുറത്ത്, ഈ ടേമിൽ നിന്ന് 2kനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? 2k പ്ലസ് 1 എന്നുള്ള രീതിയിലല്ല ഉണ്ടാവുക, പ്ലസ് ഒരു 1 കൂടി ഉണ്ടാവും. ഓൾ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, കുറച്ചൊക്കെ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെക്നിക്കുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അല്ലേ? ചെറിയൊരു ബന്ധമുണ്ട്. ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിനൊരു ടീമാക്കി, ഇതിനെ വേറെ ടീമാക്കി അല്ലേ? അപ്പോൾ അവിടെ എന്തായിട്ട് വരും? 1 പ്ലസ് ഒരു ടീമാക്കുന്ന സമയത്ത് 2k ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേടാ? അതാണ് കിട്ടുക. ഇതിൽ നമ്മൾ നോക്കുകയാണ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടോ? ക്യാൻസൽ ചെയ്യാനില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ക്യാൻസൽ ചെയ്യാൻ അല്ലേ? ഇവിടെ കെയും കെ സ്ക്വയറും ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇവിടെ കെ പ്ലസ് 1ഉം അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആൻസർ എന്തായിട്ട് വരും? 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ എന്തായിട്ട് വരും? കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്ക് ഉണ്ട്. എന്താ ടെക്നിക്ക്? എന്താണ്? നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് പറയാം, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടൊരു പിന്നെ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. പക്ഷെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് മാത്സിൽ ഈ ഒരു ടെക്നിക്ക് വരാറുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് ആരുടെയോ ഒരു സ്ക്വയറാണ്, ഏതോ ഒരു 2 ടേംസിൻ്റെ സ്ക്വയറാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഏതാണ്? നോക്കടാ, ശ്രദ്ധിച്ച് നോക്കി. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ഇനി നോക്കിയേ, 1 പ്ലസ് 2 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? ഈ 1നെ വേണമെങ്കിൽ 1 സ്ക്വയർ എന്ന് എഴുതി കൂടെ? അത് ജസ്റ്റ് ഇതാ, ഇതിൽ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്, ഇതിൽ എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. അപ്പം ജസ്റ്റ് പുറത്തേക്ക് എടുത്തു എന്നുള്ളൊരു കാര്യം. ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആരാണടാ? ഇത് ശരിക്കും ആരാണ്? അത് 1 പ്ലസ് 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? അത് ആണ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു, അടുത്ത വില ചെയ്താൽ അത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് മക്കളെ. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അപ്പോൾ ജയിലൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഒരു ടെക്നിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് റൂട്ട് ഉണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള ആളെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു സ്ക്വയറിൻ്റെ ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കേസാണ് പല എല്ലാ ക്വസ്റ്റ്യൻസിലും എന്ന് പറയുന്നില്ല, പല ക്വസ്റ്റ്യൻസിലും ആ ഒരു ടെക്നിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റൂട്ട് ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള ആളും എന്തിൻ്റെയോ ഒരു സ്ക്വയർ ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഇയാളെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ 1 പ്ലസ് 1 ബൈ കെ പ്ലസ്, എടാ ഇങ്ങനെ തരികയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഈ ഒരു സെയിം സാധനം ഈ ഒരു ഫോർമാറ്റിൽ കാണുന്നത് ഇത് ഇങ്ങോട്ടേക്ക് ആക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെന്താണ്? ഇത് ഇയാളാണ്. ഇനി സ്ക്വയറും റൂട്ടും ശത്രുക്കളാണ്, ഒരെപ്പം ഒരുമിച്ച് ഉണ്ടാലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ ബാക്കിയായിട്ട് വരിക. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് അവിടെ നമ്മൾ എന്ത് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുന്ന സമയത്ത് നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? കെ ഈക്വൽ ടു 1 to 40 എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ?
അപ്പോൾ ഒരു സമ്മേഷൻ ഉണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള സമയത്ത് ഇവിടെ ഒരു എന്താ ഉണ്ടായിരുന്നത്, ഒരു സമ്മേഷൻ ഉണ്ടായിരുന്നു. സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to 40. ഇവിടെ ആണെങ്കിൽ സമ്മേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 to 40 എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ സമ്മേഷൻ ഇങ്ങോട്ടേക്കും പോവും, ഇങ്ങോട്ടേക്കും പോവും, അങ്ങോട്ടേക്കും പോവും, ഇങ്ങോട്ടേക്കും പോവും. മനസ്സിലാക്കുക, സമ്മേഷൻ ഓഫ് ഒരു കെ ഈക്വൽ ടു 1 to n, ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ട് കഴിക്കുക. അപ്പോൾ 1 1 2 എന്ത് വേണമെങ്കിലും ആവാം. 1 ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ 2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും, 2 ഇൻറ്റു സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to n എന്നുള്ള ഒരു ഇതിൽ വരിക. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും, ഇതിൻ്റെ ഉത്തരം n ആണ്. അതായത് ഇപ്പോൾ ഇത്ര ഉള്ള സംഭവം, കെ ഈക്വൽ ടു 1 to ഒരു 5 ആണെങ്കിൽ ആൻസർ എന്താണ്, അത് 5 ആണ്. ഓക്കെ, ഇവിടെ 1 ആണെങ്കിൽ 5 ആണ്. സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഒരു 8 ആണെങ്കിൽ ആൻസർ എന്താണ്, 8 ആണ്. സിമ്പിൾ, അത് ജസ്റ്റ് എന്താണ് വാല്യൂ അത് കൊടുത്താൽ മതി. ആ രീതിയിൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്തേ ഇവിടെ ഇയാളെ ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇയാൾക്ക് കൊടുത്തു, പിന്നെ കഴിഞ്ഞിട്ട് ഇയാൾക്കും കൊടുത്തു. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ എന്താ വരിക, സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to 40 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക, 14 തന്നെയാണ് വരിക. ആൻസർ എന്താ വരിക, 14 തന്നെയാണ് വരിക. പ്ലസ് പിന്നെ ഇയാൾക്കും കൊടുക്കണം. ഇയാൾക്ക് കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും, പ്ലസ് സമ്മേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 to 40 1/k ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറയും. ഓക്കെ അല്ലേടാ, ഇതാണ് വരിക. ഇനി ഇവിടെയും ഒരു സീരീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ജയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ ഒരു സംഭവം. എപ്പോഴും മനസ്സിലാക്കാം, അറിയാത്ത ആൾക്കാരെ മനസ്സിലാക്കാം. 1/x ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാം, 1/x മൈനസ് 1/x പ്ലസ് 1 ആയിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ എത്തും. അപ്പോൾ ഈ 1/x ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് കണ്ടിക്കുകയാണെങ്കിൽ 1/x മൈനസ് 1/x പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാൻ തോന്നണം. എനിക്ക് എന്തുകൊണ്ടാണ് തോന്നിയത്, ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരിക, 40 പ്ലസ് ഇവിടെ എന്തായിരിക്കും ഇവിടെ വരിക, 1/k മൈനസ് 1/k പ്ലസ് 1. ഇവിടെ ആരുണ്ടടാ, ഞാൻ ഒരാളെ എഴുതാൻ മറന്നു. ആരെ, ആ സമ്മേഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ സമ്മേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 to 40 1/k മൈനസ് 1/k പ്ലസ് 1 എന്ന് വരും. കാണുന്നില്ലേ, എൻ്റെ ഹെഡുള്ളതുകൊണ്ട് കാണുന്നില്ലേ? ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഇങ്ങോട്ടേക്ക് ഇവിടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിട്ട് വരും, 40 ഉണ്ട്, 40 പ്ലസ് 1/k മൈനസ് 1/k. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതെ. ഇതൊക്കെ കണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ ടൈപ്പാണോ വരുന്നത്, അല്ല, പക്ഷേ ഒരു പാറ്റേൺ, അതല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടെക്നിക്ക് അവിടെ യൂസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും നമ്മൾ ഈ ഒരു സമ്മേഷൻ കൊടുക്കുമ്പോൾ അതുപോലെ വാല്യൂസ് കൊടുക്കാനുള്ളൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു ടെക്നിക്കാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. 1/1 മൈനസ് 1/2 അറിയില്ലേ, ആദ്യം 1 കൊടുക്കുക, പിന്നെ 2 കൊടുക്കുക, ആ രീതിയിൽ. അതായത് ആദ്യം കേക്ക് 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുമ്പോൾ 1/1 മൈനസ് 1/1 പ്ലസ് 1 എന്ന് വരും. 1/1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 1/1 മൈനസ് 1/2 എന്നല്ല ഇവിടെ വരിക, ആ രീതിയിൽ വരും. പ്ലസ് അടുത്ത് 2 കൊടുക്കുമ്പോഴോ 1/2 മൈനസ് 1/3 പ്ലസ് അങ്ങനെ പോവാണ്. പിന്നെ പോയി ലാസ്റ്റ് 40 കൊടുക്കുക, അപ്പോൾ 1/40 മൈനസ് 1/41 എന്നുള്ള രീതിയിലാണ് വരിക. നോക്കുന്ന സമയത്തേ ഫുള്ള് ക്യാൻസലിങ്. ഇയാളെ പോയി, ഇയാളും ക്യാൻസലായിപ്പോയി. ശരിയല്ലേ? ഇയാളും അതിൻ്റെ അടുത്ത ആളും ക്യാൻസലായി പോയിട്ടുണ്ടാവും. ഈ 1/40 ഇതിൻ്റെ മുന്നത്തെ ആൾ ക്യാൻസലാക്കും. അങ്ങനെ എല്ലാവരും ക്യാൻസലായി പോകും. 1/40 ക്യാൻസലാക്കാൻ കാരണം എന്താണ്, ലൈക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ ടേംസ് എടുക്കുകയാണെങ്കിലും ഇതിലുള്ള ആദ്യത്തെ ആളെ ക്യാൻസലാക്കുന്നതിൻ്റെ മുന്നത്തെ ആളാണ്, മുൻപുള്ള ആളെ ക്യാൻസലാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഈ 2 ടേംസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ആളെ ക്യാൻസലാക്കുന്നതിൻ്റെ മുന്നുള്ള ആളായിരിക്കും ക്യാൻസലാക്കുക. അപ്പോൾ ഇയാളെ ക്യാൻസലാക്കുന്നതിൻ്റെ അടുത്തൊരാൾ വരുന്നുണ്ടോ, ഇല്ല, അപ്പോൾ അയാൾ അവിടെ ബാക്കിയുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ. അപ്പോൾ എന്തായിട്ട് വരും, 40 പ്ലസ് 40 പ്ലസ് 1, ഇവിടെ 1 ഉണ്ടല്ലോ, മൈനസ് 1/41 എന്ന് വരും. 40 തെറ്റിയോ, ഇല്ലല്ലോ. ഓക്കെ, 40 പ്ലസ് 1/40 കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വിധി നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്, 40 പ്ലസ് 1 മൈനസ് 1/41 ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 40 പ്ലസ് ഈ 1നെ 1/1 ആക്കുക. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് വരും, 41 മൈനസ് 1 ഡിവൈഡ് ബൈ 41 അല്ലേ. അപ്പോൾ 40 പ്ലസ് 40/41 എന്ന് വരും. അപ്പോൾ അതാണ് ഈ തന്നിട്ടുള്ളതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്.
സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ബൈ സി ആണ്. എ പ്ലസ് ബി ബൈ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തോന്ന് കൂടി പറയുന്നുണ്ട്, ബി ലെസ് ദാൻ സി ആണെന്ന് പറയുന്നുണ്ട്. GCD ഓഫ് ബി ആൻഡ് സി 1 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ബി ലെസ് ദാൻ സി. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടിയ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ബി സി, ബി ആരാണ് 41. അപ്പോൾ ബി ലെസ് ദാൻ സി ആണോ? ആണ്, കുഴപ്പമൊന്നുമില്ല. GCD എന്ന് പറഞ്ഞാൽ എന്താണ്? HCF എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് രണ്ടിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ബിയിലും സിയിലും, അതായത് 40ലും 41ലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? 1 അല്ലാതെ ഇല്ല. അപ്പം GCD എന്ത് തന്നെയാണ്? 1 ആണ്. കാരണം കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എ കിട്ടി. എ എത്രയാണ്? 40 ആണ്. ബി എത്രയാണ്? 40 ആണ്. സി എത്രയാണ്? 41 ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചെന്തായിരുന്നു? എ പ്ലസ് ബീൻ്റെ വാല്യൂ ആണ് അല്ലേ? എ പ്ലസ് ബീൻ്റെ വാല്യൂ ആവുന്ന സമയത്ത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 40 + 40 = എന്താണ്? 80 ആണ്. 40 + 40 ഇതിൻ്റെ വാല്യൂ എന്താണ്? 80 ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. എ ഫൈനൈറ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ എല്ലാവരും. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എ ഫൈനൈറ്റ് സെറ്റ് ഓഫ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താ വായിച്ചു നോക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എ ഫൈനൈറ്റ് സെറ്റ് എം ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ കൺസിസ്റ്റ് ഓഫ് distinct perfect squares and number 92. The average of the numbers in M is 85. If we remove 92 from M, the average drops to 84. If n square is the largest possible square in M, what is the value of n എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കായിട്ട് ഈ ക്വസ്റ്റ്യനൊന്നും വലിയ ഫോർമുലാസും കാര്യങ്ങളുണ്ടോ? ഇല്ല. ആകെ എല്ലാവർക്കും അറിയുന്നൊരു, ഏത് ഒരു 6th കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയുന്നൊരു ഫോർമുല, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ? അതായത് ഇപ്പോൾ 4 നമ്പേഴ്സിൻ്റെ, അതായത് ഇപ്പോൾ ഒരു 4 നമ്പേഴ്സ് ഉണ്ട്, 4, 6, 1, 3 അല്ലേ? ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിൻ്റെ സം കണ്ടുപിടിക്കും. എന്നിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കും. അല്ല ചെയ്യാറ് 4 + 6 + 1 + 3 1 + 3 ഡിവൈഡ് ബൈ നമ്പർ എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർമുല മാത്രം മതി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ളത് അത് മാത്രം മതി, ശരിയാണ്. പക്ഷേ അതിനേക്കാളും വലിയൊരു സംഭവം വേണം, കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടേം ആണെങ്കിലും മാത്സിൻ്റെ ഒരു ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് ഇത് വലിയൊരു സംഭവമാണ്. ഓക്കെ, അതായത് പല ക്വസ്റ്റ്യൻസും ആലോചിച്ച് ഉണ്ടാക്കുക എന്നുള്ളത്, കുറച്ച് ചില കോമൺ സെൻസ് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്സിൽ. അപ്പോൾ ഇതിൽ നല്ലൊരു കോമൺ സെൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം നോക്കാം. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഫൈനൈറ്റ് സെറ്റ് എം ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഒരു എം എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അതിൽ പിന്നെ എന്താന്ന് പറയുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർസ്. അത് പെർഫെക്റ്റ് സ്ക്വയർസ് ആൻഡ് നമ്പർ 92. ഈ ഒരു സെറ്റിൽ ഏതൊക്കെയോ പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് A1 സ്ക്വയർ, A2 സ്ക്വയർ, A3 സ്ക്വയർ, ഇതൊക്കെ സ്ക്വയർസ് ആണ്. ഇങ്ങനെ ഏതൊക്കെയോ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു നമ്പർ 92 ഉണ്ട്. ഇതാണ് ഈ സെറ്റിലുള്ള ആൾക്കാർ. ഈ സെറ്റിലുള്ള ആൾക്കാരാണ് A1 സ്ക്വയർ, A2 സ്ക്വയർ. സ്ക്വയർസ് ആയതുകൊണ്ട് ഞാൻ A1 A2 എന്നൊക്കെ കൊടുത്ത്. ഓക്കെ, അതായത് A1 സ്ക്വയർ മക്കളെ, A2 സ്ക്വയർ, A3 സ്ക്വയർ, അങ്ങനെ എത്രയോ ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. പോയി എവിടെ വരെ പോകുന്നുണ്ട്? ഒരു 92, അതായത് 92 എന്നുള്ളൊരു ടേം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ആൻഡ് നമ്പർ 92 എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനി നോക്കാം, ആവറേജ് ഓഫ് നമ്പേഴ്സ് ഇൻ എം ഈസ് 85 എന്നുള്ള പറയുന്നത്. അതായത് ഈ സെറ്റ് ഉണ്ടല്ലോ, ഈ സെറ്റിലുള്ള ആൾക്കാരുടെ ആവറേജ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് 92 ആണോ? അല്ല 85 അല്ലേ? 85 ആണ്. 85 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സം ഡിവൈഡ് ബൈ നമ്പർ ആണ്, മറക്കരുത്. സം എന്ന് പറയാം, അല്ലെങ്കിൽ എന്തുവെന്ന് പറയാം, ടോട്ടൽ എന്നൊക്കെ പറയാം. ചില ബുക്കിൽ ടോട്ടൽ എന്നൊക്കെ കാണാറുണ്ട് അല്ലേ? ടോട്ടൽ എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതായത് ഈ ജസ്റ്റ് അറിയുന്ന കാര്യമാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ അറിയുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് കൊടുക്കുക. ഇവിടെ ആവറേജ് എത്രയാണ്? 85 ആണ്. 85 ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയോ? ഇല്ല. കാര്യം ഇതൊന്നും നമുക്കറിയില്ല. A1 സ്ക്വയർ എന്താ അറിയില്ല, A2 സ്ക്വയർ എന്താ അറിയില്ല. പിന്നെ ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്കറിയോ? ഇല്ല. ഞാൻ ജസ്റ്റ് ടോട്ടലിനെ ഒരു ടോട്ടൽ തന്നെ കൊടുക്കുകയാണ്. എൻ എത്ര ആൾക്കാരുണ്ട് നമുക്കറിയോ? അതും അറിയില്ല. ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? ഇല്ല. ഞാൻ ജസ്റ്റ് അത് N എന്ന് കൊടുക്കാം കേട്ടോ. അതെന്താ കൊടുക്കുന്നത്? N എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്?
ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാധനം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 85n ആയിട്ട് വരും. ഇത് അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നോക്കാം. ഇഫ് വി റിമൂവ് 92 ഫ്രം എം, അതായത് ഈ സെറ്റിൽ നിന്ന് നമ്മൾ 92നെ ഒഴിവാക്കിയാൽ ആവറേജ് ഡ്രോപ്സ് ടു 84 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് എന്തായിരിക്കും, 84ലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുള്ള ഇതിലാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ എഴുതുന്നുണ്ട് ഡ്രോപ്പിംഗ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് 92നെ ഒഴിവാക്കി. 92നെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരുണ്ടാവുക സെറ്റിൽ. അതായത് എപ്പോഴും മക്കളെ ഈ ഒരു ഫോർമുല പഠിക്കണം കേട്ടോ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് വരിക, ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പറാണ്. ആ ഒരു ഫോർമുല ഇറങ്ങി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാവുന്നുള്ളൂ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. ആവറേജ് 85 ആണ്. നമ്പർ എത്ര ആൾക്കാരുണ്ട്, n ആൾക്കാരും ഉണ്ട്. n ആൾക്കാരുള്ള ഇതിലാണ് വിചാരിക്കുന്നത്. അപ്പോൾ 92 ഒഴിവാക്കി കഴിഞ്ഞാലേ ടോട്ടൽ ഫോർമുല എന്താണ്, ടോട്ടൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ മക്കളെ, ആവറേജ് ഇൻറ്റു നമ്പറാണ്. ഇവിടുത്തെ കേസിൽ ആ 92നെ ഒഴിവാക്കിയതിന് ശേഷം ആവറേജ് എത്ര ആയി മാറി എന്നാണ് പറഞ്ഞത്, 84 ആയിട്ട് ആറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആവറേജ് 84 ആയി ശരിയാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ നമ്പർ ഓഫ് ടേംസ് എത്ര ആയിരിക്കും, കറക്റ്റായിട്ട് എത്ര വരെ, കാരണം ഇത്രയും ടേംസിന് നമ്മൾ n ആൾക്കാരുണ്ടെന്നുള്ള രീതിയിലെടുത്ത്. അപ്പോൾ 92 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ആൾക്കാരുണ്ടാവുള്ളൂ, n-1 ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം, ഈ ടോട്ടൽ ഇപ്പം എന്തായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആലോചിക്കാൻ മതി. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ആഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ കറണ്ട് പുതിയ ടോട്ടൽ, ഈ ഇത് ടോട്ടലിന് ഞാൻ വേണമെങ്കിൽ ന്യൂ ടോട്ടൽ കൊടുക്കാം. ന്യൂ ടോട്ടൽ, ഈ ന്യൂ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, ആദ്യമുള്ള ടോട്ടലിൽ നിന്ന് 92 സബ്ട്രാക്ട് ചെയ്തതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ലല്ലോ. അതായത് ഈ പുതിയ ടോട്ടൽ എന്ന് പറഞ്ഞാൽ, കാര്യം ഈ പുതിയ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, 92 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 92 ഇല്ല. അപ്പോൾ ഈ ടോട്ടൽ ഇതിൻ്റെ സമ്മ് എടുത്ത് നിന്നിട്ട് അതിൽ നിന്ന് 92നെ ഒഴിവാക്കിയതാണ് എന്തെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ടോട്ടൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ, എനിക്ക് ഈ ന്യൂ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ടോട്ടൽ മൈനസ് 92 അല്ലേ, ആണ്. മതി, ഇത്രയും കാര്യങ്ങൾ മതി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ആവാൻ. ഇനി ബാക്കിയുള്ളതൊക്കെ ആൾജിബ്രയാണ്. അതായത് ടോട്ടൽ മൈനസ് 92 ഈക്വൽ ടു 84n-1. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത്, 85n എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് കൊടുക്കാം, 85n-92 ദിസ് ഈസ് ഈക്വൽ ടു 84 ഇൻറ്റു n-1 എന്ന് കൊടുക്കും. അപ്പോൾ 85n-92 എന്ന് പറയുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയി വരും. മൾട്ടിപ്ലൈ ആവുന്ന സമയത്ത് 84n-84 എന്ന് വരും. എടാ അത് ഇങ്ങോട്ടേക്ക് വരട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 85n-84n ദിസ് ഈസ് ഈക്വൽ ടു -92 അങ്ങോട്ട് പോകുമ്പോൾ 92 - 84 എന്ന് വരും. അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു എത്ര വരും, 8 എന്ന് വരും അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത്, 8 എന്ന് പറഞ്ഞാൽ. n എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകൾ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കാര്യം മനസ്സിലായി. അതായത് നമ്മൾ ഇതിലെത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. എത്ര ആൾക്കാരുണ്ട്, 8 ആൾക്കാരാണുള്ളത്, 8. അപ്പോൾ ഈ ഒരു സെറ്റിൽ 8 ആൾക്കാരാണ് ഉള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് യു റിമൂവ് 90 ഫ്രം ആവറേജ് ഡ്രോപ്സ് ടു ഇഫ് n സ്ക്വയർ ഇസ് ലാർജസ്റ്റ് പോസിബിൾ സ്ക്വയർ ഇൻ m വാട്ട് ഇസ് ദ പോസിബിൾ വാല്യൂ ഓഫ് n എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സെറ്റിൽ ഇത് A1 സ്ക്വയർ ഉണ്ട്, A2 സ്ക്വയർ, ഈ സ്ക്വയേഴ്സ് നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും വലിയ സ്ക്വയർ ആണ് ആദ്യം എന്ന് പറയുന്നത് n സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ എടുക്കാൻ പറയുകയാണ്, ഇതിൽ ഏറ്റവും വലിയ സ്ക്വയർ n സ്ക്വയർ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇതിൻ്റെ ഒരു ആൻസർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അല്ല 1 സ്ക്വയർ 2 സ്ക്വയർ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, വേറെ സ്ക്വയർസ് ആയിരിക്കണം. 3 സ്ക്വയർ, ഒരു 4 സ്ക്വയർ, ഒരു 10 സ്ക്വയർ, ഒരു 11 സ്ക്വയർ, ഒരു 13 സ്ക്വയർ. ഇപ്പോൾ എത്ര നമ്പേഴ്സായി, 1 2 3 4 5 6 7 നമ്പേഴ്സായി അല്ലേ, 7 നമ്പേഴ്സ്. പിന്നെ വേറെ ആരും കൂടി ഉണ്ട്, 92 കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്പേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് എന്ത് പറയാമായിരുന്നു, 13 സ്ക്വയർ ആണ് ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറയാമായിരുന്നു. 13 സ്ക്വയർ ആണ് ഏറ്റവും വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ n സ്ക്വയർ 13 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ n എന്താണ്, 13 ആണ് പറയാമായിരുന്നു. ഏത്, ഈ നമ്പേഴ്സ്, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ. പക്ഷെ എനിക്ക് അറിയൂല, പക്ഷെ അത് കണ്ടുപിടിക്കാം ലോജിക്ക് ഉപയോഗിച്ചിട്ട്. നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് അത് ഉപയോഗിച്ച്, അത്ര ഈസി ആയിട്ടുള്ളൊരു കോമൺ സെൻസ് അല്ല, ഒന്ന് ചിന്തിക്കണം. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു സംഭവമാണെന്ന് വിചാരിക്കരുത്. കോമൺ സെൻസ് ഈസ് എ വലിയൊരു കാര്യം. അപ്പം നമുക്ക് ആ സ്ക്വയേഴ്സ് ഏതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ ടാസ്ക്. അപ്പോൾ ഞാൻ 92 ഡ്രോപ്പ് ചെയ്തതിൻ്റെ ശേഷമുള്ള സെറ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാര്യം നമുക്ക് ആ 92ൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്തതിൻ്റെ ശേഷം ആ സെറ്റിൽ ആരൊക്കെ ഉണ്ട്,
A1 സ്ക്വയർ A2 സ്ക്വയർ. അത് 92 ഉള്ളത് എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും ഈ മെത്തേഡിൽ ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ആ 92ൻ്റെ ആവശ്യമില്ല, ആ സ്ക്വയേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ആ സ്ക്വയേഴ്സ് കിട്ടിക്കണമെങ്കിൽ ഏറ്റവും വലുത് ഏതാ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആണ്. A1 സ്ക്വയർ A2 സ്ക്വയർ A3 സ്ക്വയർ A4 സ്ക്വയർ A5 സ്ക്വയർ A6 സ്ക്വയർ ഉണ്ടാവും, A7 സ്ക്വയർ ഉണ്ടാവും അല്ലേ? ഇതിൽ A8 സ്ക്വയർ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ A8 A9 ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. കാരണം എന്താണ്? എന്താ കാരണം? കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ടോട്ടൽ ഇതിൽ എത്ര ആൾക്കാരുണ്ടാവുള്ളൂ? 8 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 8 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ 8 ആൾക്കാർ, ഇതും കൂടി കൂട്ടിയിട്ടാണ് 8 ആൾക്കാർ. അപ്പോൾ ഇത് കൂട്ടാൻ നോക്കുകയാണെങ്കിൽ 92 കൂട്ടാൻ നോക്കുകയാണെങ്കിൽ അവിടെ 7 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കോമൺ സെൻസ് ആട്ടോ, ഇനി ഫുള്ള് വെറും ലോജിക്കാണ്, വേറെ ഒരു സംഭവമില്ല. നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏറ്റവും വലിയ ആൾ ആരാന്നുള്ളതാണ്. വലിയ ആൾ, അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ വിചാരിച്ചോളൂ, ഇത് അസെൻഡിങ് ഓർഡറിലാണ് 8 എന്ന് വിചാരിച്ചോളൂ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, വേറെ ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇതിൽ A7 സ്ക്വയർ ആണ് ഏറ്റവും വലിയ ആളെന്ന് വിചാരിക്കാം. എടാ ഇതിൻ്റെ സംബന്ധമായിരിക്കും. ഇതിൻ്റെ സംബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ഇതിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും? എടാ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? ഇതിൻ്റെ ടോട്ടൽ എത്ര എന്നുള്ളത്? കാരണം എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട് അല്ലേ? അത് N8, ഇതിൻ്റെ കേസിൽ 8 ആൾക്കാരുണ്ട്. ടോട്ടൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് 92 ഉള്ള കേസാണ്, 85 ഇൻറ്റു N. ഈ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമുള്ളതാണ് എന്ത്? ഈ ന്യൂ ടോട്ടൽ എന്ന് പറയുന്നത്, ആവറേജ് ഇൻറ്റു. അപ്പോൾ 84 ഇൻറ്റു നോക്ക്, ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ആ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എത്രയാണ്? 84. എപ്പോഴും മാക്സിൽ ടോട്ടൽ ആവറേജ് ഒക്കെ കാണുകയാണെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആവറേജ് ഇൻറ്റു നമ്പറാണ്. എന്താണ് ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ 92 പോയി കഴിഞ്ഞാൽ ആവറേജ് എത്ര ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 84 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 84 ഇൻറ്റു നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഈ സെറ്റിൽ 7 ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? 92 ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ 84 ഇൻറ്റു 7 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടും? 5 ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, 588 എന്ന് കിട്ടും. അതായത് ഈ സെറ്റ് അതായത് 92 പോയതിന് ശേഷമുള്ള കേട്ടോ, ഈ സെറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണ്? 588 ആണ്. ടോട്ടൽ 588 ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു 10 കിട്ടണം എന്നാണ് പറയുന്നതായിരിക്കാം. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ആളായിരിക്കണം. ഇത് രണ്ടാമത്തെ ആൾ അത് ഫുൾ ഇൻറ്റീജേഴ്സ് ആട്ടോ, ഫുള്ള് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഈ രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു മീനിങ് കൂടിയില്ലേ? അതായത് രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഏറ്റവും വലിയ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾ എന്തായിരിക്കണം? ഏറ്റവും ചെറിയ ആളായിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതായത് ഏറ്റവും വലിയ ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ഇൻറ്റീജർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ ഇപ്പം 9 വരാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 9 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 1 വരുള്ളൂ. ശരിയല്ലേ? അതായത് ഇവിടെയുള്ള ആൾ ഏറ്റവും വലുത് വരികയാണെങ്കിൽ ഇവിടെയുള്ള ആൾ ഏറ്റവും എന്തായിരിക്കണം? ചെറുതേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേടാ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു ഒരു 12 ആണെന്ന് ഇരിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസ്, ഇവിടെയുള്ള ആൾ ഏറ്റവും വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾ സ്വാഭാവികമായിട്ട് ഏറ്റവും ചെറുതായിരിക്കണം. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം തൽക്കാലം. അപ്പോൾ ഇവിടെ ഒരു 11 ആണെങ്കിൽ ഇവിടെ എത്ര വരുള്ളൂ? 1 വരുള്ളൂ. അപ്പോൾ വരാൻ പറ്റിയതിൽ ഏറ്റവും വലുത് ഇവിടെ വന്നു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വരാൻ പറ്റിയതിൽ ഏറ്റവും ചെറുതായിരിക്കണം ഇവിടെ വരുന്നത്. കോമൺ സെൻസ് അല്ലേ? ആ ഒരു സംഭവം. അതായത് ഇവിടെ വരുന്ന ഏറ്റവും വലുതാണെങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ ടോട്ടൽ എത്ര എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 588 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവിടെ ഉള്ള ആളെ, ഈ A7 സ്ക്വയർ എന്ന് പറഞ്ഞ ആളെ ഏറ്റവും വലുതായിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇയാൾ, അതായത് നമ്മൾ കൊണ്ടടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയറാണ്. അപ്പോൾ ഇയാളെ ഏറ്റവും വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ചെറുതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഏതാന്നുള്ളത് ഞാൻ നോക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്ത് നോക്കുകയാണ്, ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലൊരു സംഭവം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു 10 സ്ക്വയർ, ഒരു 11 സ്ക്വയർ, ഇതൊരു 13 സ്ക്വയർ, 15 സ്ക്വയർ, ഒരു 12 സ്ക്വയർ, പിന്നെ അത് കൊടുക്കാം, ഒരു 20 സ്ക്വയർ ഒക്കെ കൊടുക്കാം. പക്ഷെ അത് നമ്മളെ ഉദ്ദേശം എന്താണ്? ഈ ബ്രാക്കറ്റിലുള്ള ആളെ ഏറ്റവും ചെറുതാക്കി എടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഏതാ അറിയോ? ഈ A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു 1 സ്ക്വയർ ആക്കി എടുക്കുക. A2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അതായത് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറുത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കുകയാണ്. A2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
2 സ്ക്വയർ കൊടുക്കുക. A3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എടുക്കുക. A4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു 4 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ ആ ഓർഡറിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഉള്ള ഇത്രയും നമ്പേഴ്സിനെ ഞാൻ ആ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാൻ പോവുകയാണ്. അതായത് ഇത്രയും നമ്പേഴ്സിനെ ആ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാൻ പോകണം. അപ്പോൾ എന്തായിട്ട് വരും? ഇത് 1 സ്ക്വയർ പ്ലസ് 2, ഇത് 1 സ്ക്വയർ ആയി. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആയി. ഇത് 3 സ്ക്വയർ ആയി. ഇത് 4 സ്ക്വയർ ആയി. ഇത് 5 സ്ക്വയർ ആയി. ഇത് 6 സ്ക്വയർ ആയി. ഇതാണ് കിട്ടാവുന്നതിൽ വെച്ച് ചെറിയ ആൾക്കാർ. 6 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ ആയി. ശരിയല്ലേ? അങ്ങനെയല്ലേ വരാം. വെറുതെ കൊടുത്ത് നോക്കുകയാണ്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയാം. ഇല്ല, ശരിയാവുന്ന ഒരു ഉറപ്പുമില്ല. ഞാൻ ജസ്റ്റ് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറുതേ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അതൊക്കെ മനസ്സിലായ കാര്യം. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കി. ശരിയാവുമോ ഇല്ലെന്നുള്ള നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. അപ്പം ഇത് ആഡ് ചെയ്യുന്ന സമയം ഇത് പ്ലസ്, അതായത് ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? സ്ക്വയർ പ്ലസ് 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 A7 സ്ക്വയർ. ഇതൊക്കെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 588 കിട്ടണം. ഓക്കെ അല്ലടാ? ഇതെല്ലാം ആഡ് ചെയ്ത് എത്ര കിട്ടണം? 588 കിട്ടണം. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? ഇതിൽ ആഡ് ചെയ്താൽ എന്താ വരിക? ഇത് നിങ്ങൾക്കറിയില്ലേ? സം ഓഫ് ഫസ്റ്റ് n സ്ക്വയേഴ്സ് നമ്പേഴ്സിൻ്റെ ഇതാണെങ്കിൽ അതിന് ഫോർമുല ഉണ്ടായതാണ് n × n+1 × 2n+1/6. അതായത് സ്ക്വയേഴ്സ് നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് n സ്ക്വയർ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് n × n+1 × 2n+1/6. അപ്പോൾ ആദ്യത്തെ 6 എണ്ണത്തിൻ്റെ അവിടെ ഒന്ന് കൊടുക്കുക. 6 × 7, 6 + 1 7. ഇവിടെ എന്താ വരും? 2n എന്ന് പറയുമ്പോൾ 6 × 2 12, 12 + 1 13/6. ഇതും ക്യാൻസൽ ചെയ്താൽ പിന്നെ ബാക്കി 7 × 13 ഉണ്ടാവും. 7 × 13 എത്രയാണ്? 91 ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 91 ആണ്. പ്ലസ് A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 588 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 588 - 91 ആണ്. അപ്പോൾ A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്ത് വരും? 7497 എന്ന് വരും. ഇതാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഞാൻ നോക്കുന്ന മെത്തി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 490. നമ്മൾ ഈ ചെയ്ത നമ്മളുടെ ഒരു ഐഡിയ വെച്ച് 497 കിട്ടി. പക്ഷേ ഈ 497 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അതാണ് പ്രശ്നം. അത് നമുക്ക് എല്ലാ നമ്പേഴ്സും ധരിക്കണം പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ 497 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. വിച്ച് മീൻസ് നമ്മളെടുത്ത ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും ചെറുതാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു കോമ്പിനേഷനല്ല വേണ്ടത്. ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തായിട്ട് വരില്ല? 588 ആയിട്ട് വരില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ചെറുത് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഈ കോമ്പിനേഷൻ എല്ലാം മനസ്സിലായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ചെറുത് ഏതാണെന്നുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, അത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ. ഞാനത് തെറ്റാണുള്ളത് എനിക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ ടെക്നിക്ക് ഏറ്റവും അതായത് ഇവിടെ ഉള്ളത് ഏറ്റവും ചെറുതും ആയിരിക്കണം. 2 കണ്ടീഷൻസാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറുതും ആയിരിക്കണം. ടോട്ടൽ എന്തുമായിരിക്കണം? 588 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ 588 വെച്ച് ചെയ്ത് നോക്കിയ സമയത്ത് പ്രശ്നം എന്താണ്? സ്ക്വയർ എടുത്ത സമയത്ത് 497 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം ഈ ചെറുതല്ല വേണ്ടത്. ഇത് കഴിഞ്ഞിട്ടുള്ള ചെറുത് ഏതാണെന്ന് നോക്കാം. അപ്പം അങ്ങനെ പോസിബിലിറ്റീസ് നമ്മൾ നോക്കുകയാണ്. ആ പോസിബിലിറ്റീസ് നോക്കുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണം. അതായത് ഈ 488 കറക്റ്റ് അത് വരുന്ന രീതിയിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി, ദിസ് ഈസ് ഓക്കെ എന്ന് പറയും. അപ്പം ഞാൻ ആലോചിക്കുന്നതാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചെറുത് നമ്മൾ നോക്കുന്നതാണ്. ഇത് ചെറുതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏതാണ് വലുത് എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, 6 7 8 എന്നാണെങ്കിൽ ഈ 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലുത് ഏതാണെന്ന് നോക്കും. 6 പോസിബിൾ എല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ 8 9 ഒന്നുമല്ല നോക്കേണ്ടത്, 7 പറ്റുമോ ഇല്ല എന്നുള്ള രീതിയിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, കറക്റ്റ്. അതായത് 6 പറ്റില്ല എന്ന് കണ്ടിക്കുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് 7 പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഉള്ളതിൽ പോസിബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറുതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്ന മതി. ഞാനിവിടെ തൽക്കാലം എടുക്കാൻ പോകുന്ന പരിപാടി ഇത്രയുള്ളൂ. ഈ 6 സ്ക്വയറിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് നോക്കും? 7 സ്ക്വയർ ആക്കി നോക്കും. അപ്പോൾ ശരിയാവുന്നുണ്ടോ നോക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് 7 സ്ക്വയർ തന്നെ കൊടുത്തത്? 7 സ്ക്വയർ കൊടുക്കാതെ എനിക്ക് 8 സ്ക്വയർ കൊടുത്തുവിടായിരുന്നോ? 8 സ്ക്വയർ കൊടുക്കാതെ 9 സ്ക്വയർ കൊടുത്തുവിടായിരുന്നോ? പക്ഷേ 8 സ്ക്വയർ 9 സ്ക്വയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇയാൾ വീണ്ടും വലുതായി വരികയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ ഉള്ളതിൽ പോസിബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറുതാണ് നോക്കുന്നത്. അപ്പോൾ 8 സ്ക്വയർ 9 സ്ക്വയർ ഒക്കെ നോക്കുകയാണെങ്കിൽ വീണ്ടും വലുതായി വരിക, അത് നമുക്ക് പറ്റില്ല. ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കിയതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്തെടുത്തത് 7 സ്ക്വയർ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, എനിക്കിവിടെ 7 സ്ക്വയർ ഇവിടെ തന്നെ 7 സ്ക്വയർ ഇവിടെ 7 സ്ക്വയർ കൊടുത്തിട്ടായിരുന്നു, അതെന്താ ഞാൻ ഇവിടെ കൊടുക്കാതിരുന്നത്? ഇവിടെ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 സ്ക്വയർ കൊടുക്കുന്നതിൻ്റെ വേറെ ഒരു 7 സ്ക്വയർ കൊടുക്കുന്നതായിരിക്കാം. അപ്പം ഇതാണോ വലുത്? ഇവിടെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ഒന്നുകിൽ ഇവിടെ കൊടുക്കുക 7 സ്ക്വയർ, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക 7 സ്ക്വയർ, ഡിസ്റ്റിങ്ക്റ്റ് ആയാൽ മതി.
അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളിൽ ചെറുത് ഏതാ വരിക? ഇതാണ് ചെറുത്. മറ്റേ നേരത്തെ എടുത്ത ഇവിടെ എടുക്കുന്നതിനേക്കാളും ചെറുതായിട്ട് വരുന്നതിൽ ഇവിടെ എടുക്കുമ്പോഴാണ് ഈ മൊത്തം സമ്മ് ചെറുതായിട്ട് വരിക. നമ്മളൊന്ന് ആലോചിക്കാൻ മതി. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എടുക്കുമ്പോഴാണോ ആൻസർ ചെറുതായിട്ട് വരിക, അല്ലെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എടുക്കുമ്പോൾ ചെറുതായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ട് വരല് ഇവിടെ കൊടുക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് അവിടെ തന്നെ കൊടുത്തത്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക? 7 സ്ക്വയർ. ഇതും കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഉറപ്പില്ല. നമ്മൾ ജസ്റ്റ് ഇട്ട് നോക്കുകയാണ്, ഇത് കിട്ടുമോ ശരിയാവോ ഇല്ലയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെയ്ത് നോക്കാം. വല്ലാതെ ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. കാര്യം അത് റെഡി ആയി വരുന്ന ഒരു ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ഉണ്ടെന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്താണ്? 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 പ്ലസ് 49 അല്ലേ? പ്ലസ് 7 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 588. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടാം? 1 പ്ലസ് 4 5, 5 പ്ലസ് 9 13, 13 പ്ലസ് 16 29, 29 പ്ലസ് 25 55, 55 പ്ലസ് 49 എത്ര വരും? 104 എന്ന് വരും അല്ലേ? 104. അപ്പോൾ 104 പ്ലസ് A7 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? 588. അങ്ങനെയാണെങ്കിൽ A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 588 മൈനസ് 104 ആണ്. A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 484 ആണ്. ഈ 484 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് 22ൻ്റെ സ്ക്വയറാണ്. കണ്ടോ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഓക്കെ ആണ്. ആ ഒരു കോമ്പിനേഷൻ ഓക്കെ ആണ്. ഏത് കോമ്പിനേഷൻ? നമ്മൾ ഈ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 1 2 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ 7 സ്ക്വയർ, ഇത് ഏതാണ്? 22ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഇതിൽ ഏറ്റവും വലിയ സ്ക്വയർ ആരാ മക്കളെ? 22ൻ്റെ സ്ക്വയറാണ്. ഏതാണ്? A7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 22ൻ്റെ സ്ക്വയർ. വിച്ച് ഇംപ്ലൈസ് A7 എന്ന് പറഞ്ഞാൽ എന്താണ്? 22 ആണ്. അതന്നെയായിരുന്നു നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പോസിബിൾ സ്ക്വയർ n സ്ക്വയർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്തെന്ന് കിട്ടി? എന്താ ആൻസർ? 22 അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? n ഈസ് ഈക്വൽ ടു 22. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഒളിമ്പ്യാഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. നമ്മൾ ഡയറക്റ്റായിട്ട് എന്താ പറയാൻ കഴിയില്ല, ആൻസറിലേക്ക് എത്തല്ല, അത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും, ഒന്ന് ചിന്തിച്ചിതാക്കേണ്ടി വരും. ആ ഒരു സംഭവത്തിൻ്റെ ഇതിൻ്റെ ഒരു യൂസും അത് തന്നെയാണ്, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഈ ഒരു തിങ്കിങ് സ്കില്ല് നമ്മൾ തുടക്കത്തിൽ കുറവായിരിക്കും, ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ. അത് നമ്മൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരലാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ തുടക്കത്തിൽ ടഫാണെന്ന് വിചാരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു സ്കില്ല് സെറ്റായി വരികയാണ്, ഉറപ്പായിട്ടും വരും. ആ ഒരു സ്കില്ല് എന്തായാലും നമുക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പല എക്സാംസിൽ, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പല എക്സാംസിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തായിട്ട് വരും? ഇതൊരു അഡീഷണൽ, ബാക്കിയുള്ള IOQM-നും ഒളിമ്പ്യാഡിനും പഠിക്കാത്ത കുട്ടികളും നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു സുപ്പീരിയോറിറ്റി ആയിട്ട് വരും. കാര്യം നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ ഇതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാംസിനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഓൾ ദി ബെസ്റ്റ്.